ഇതൊരു അനുസ്മരണമാണ്. നമ്മൾ ചെറുകാടിനെ അനുസ്മരിക്കുമ്പോൾ അത് ചെറുകാടിനെ മാത്രം അനുസ്മരിക്കാനല്ല, അനുസ്മരണത്തെ തന്നെ നമ്മളതിൻ്റെ ഒരു രാഷ്ട്രീയ വ്യാകരണം, അനുസ്മരണത്തിൻ്റെ രാഷ്ട്രീയ വ്യാകരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അനുസ്മരണത്തെ തന്നെ അപനിർമ്മിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണുള്ളത്. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രക്ഷോഭങ്ങൾ അവസാനിക്കുന്നില്ല, സമരങ്ങൾ അവസാനിക്കുന്നില്ല, അവസാനിക്കുകയില്ല. അവസാനത്തിനൊരു അവസാനമുണ്ടെങ്കിൽ പോലും അത് അവസാനിക്കുകയില്ല എന്ന ചെറുത്തുനിൽപ്പിന്റെ വിമോചന പോരാട്ടങ്ങളുടെ ഒക്കെ ലോകത്തെ ഏറെ ത്രസിപ്പിക്കുന്ന, വേണമെങ്കിൽ മാതൃകയില്ലാത്ത മാതൃക എന്ന് നിർബന്ധപൂർവ്വം വിളിക്കാവുന്ന ഫലസ്തീൻ ജനത നടക്കുന്ന പോരാട്ടമാണ്. ഒരു രക്ഷിതാവ് 5ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടിയെ ചേർക്കാൻ കൊണ്ടുവരികയാണ്. ചേർത്തിട്ട് പോവാൻ നേരത്ത് ആ രക്ഷിതാവ് മാഷോട് പറഞ്ഞു, മാഷെ, ഇവനെ ലൈബ്രറിയിൽ ചേർക്കാൻ മറക്കരുതേ. ഈ കർഷകനായുള്ള അയാൾക്ക് അധികം സ്കൂളിലൊന്നും പോകാൻ പറ്റിയില്ല, അധികം വായിക്കാൻ പറ്റിയിട്ടില്ല. ജീവിതത്തിന്റെ തിരക്കുകൾക്കും വേവലാതികൾക്കും ഇടയിൽപ്പെട്ട് വീർപ്പ് മുട്ടി അരണ്ടുപോയ ഒരു കുരുണ്ട ജീവിതത്തിന്റെ ചുരുക്കപ്പേരാണ് സത്യത്തിൽ ഈ കർഷകൻ. അയാളാണ് തൻ്റെ മകനെ നിർത്തിയിട്ട് പറഞ്ഞത്, മാഷെ, എൻ്റെ മോനെ ഇവിടുത്തെ ലൈബ്രറി ചേർക്കണേന്ന്. അപ്പോഴായിരിക്കും എൻ്റെ അപ്പോന്ന് പറഞ്ഞ് മാഷ് തലയിൽ കൈവച്ചിട്ടുണ്ടാവും. അവിടെ അങ്ങനത്തെ ഒരു ലൈബ്രറി ഒന്നും ഉണ്ടാവില്ല. പടനിലങ്ങൾക്ക് പ്രാണൻ പകുത്തു കൊടുത്ത ഒരു ജനതയുടെ വീരേതിഹാസം ഒരു സാഹിത്യത്തിലും കാണാതിരിക്കാനാവില്ല. ഞാൻ ഉറപ്പിച്ചു വിചാരിക്കുന്നു, അടുത്തെഴുതപ്പെടാൻ പോകുന്ന ലോക സാഹിത്യം എന്ന് നമ്മൾ വിളിക്കാൻ പോകുന്ന കൃതികളിൽ ചിലത് പാലസ്തീൻ പോരാട്ടത്തിൻ്റെതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിത് വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതാണ്. നമ്മളിപ്പം താമസിക്കുന്ന വീടുകളും നിങ്ങളുടെ കുട്ടികൾ കാറ്റുകൊള്ളുന്ന ഈ പൂന്തോട്ടങ്ങളൊക്കെ ഇവിടുത്തെ തദ്ദേശീയരുടേതാണ്. അത് നിങ്ങൾ മറക്കാൻ പാടില്ല, ഒപ്പം അവരത് ഓർക്കാനും പാടില്ല. അഭയാർത്ഥികൾ മരിച്ചുപോയി എന്നുള്ളത് സത്യം, പക്ഷെ യുവതലമുറ മറന്നില്ല എന്നത് അതിനേക്കാൾ വലിയ സത്യം. ആ പോരാട്ടം ഇന്നും തുടരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ചെറുകാട് മരിച്ചു, ഇടശ്ശേരി മരിച്ചു. അവർ നടത്തിയ ഇടതടവില്ലാതെ നിങ്ങളിലൂടെ, എന്നിലൂടെ, നമ്മിലൂടെ തുടരേണ്ടതുണ്ട്. അത്തരമൊരു തുടർച്ചയുടെ ഒത്തുചേരലാണ് ഈ ഇടശ്ശേരി സ്മാരകത്തിൽ ചെറുകാടിനെ അടിസ്ഥാനമാക്കി നടക്കുന്ന ഈ ഒരു പ്രബുദ്ധമായ സാംസ്കാരിക ഒത്തുചേരൽ. ഭൂതകാലത്തിലെ മഹത്വത്തെ നമ്മൾ അനുസ്മരിക്കുന്നത് നമ്മളുടെ ജീവിതത്തെ അവരിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട്, നമ്മുടെ കാലത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട്, അവർക്ക് പോലും അന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതിയ ഊർജ സ്രോതസ്സുകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന പുതിയ കർത്തൃരൂപങ്ങളായി വളരാനല്ലേ, വികസിക്കാനല്ലേ. അതിനു പകരം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ തരക്കേടില്ല കേട്ടോ, ചെറുതുകാട് തരക്കേടില്ല. ഇപ്പോഴത്തെ ആത്മകഥയിലൊക്കെ സത്യ പറഞ്ഞത്, അവര് നല്ല സമരമൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞുകൂടെയാണ് ഭൂതകാലത്തിന്റെ ചെലവിൽ ജീവിക്കുന്ന പരാന്ന ബുക്കുകളായി. എൻ്റെ ജീവിതം പരിമിതപ്പെടുമ്പോൾ ചെറുകാടിന്റെ ഓർമ്മ ആ പരിമിതപ്പെട്ട ജീവിതത്തിന്റെ മുകളിൽ ഒരു കനലായി വന്ന് വീണ് ഒരു പൊള്ളലുണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് ഈ പിഴച്ച വഴിപാടുകൾ? പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞാൻ 1-2 ദിവസമായിട്ട് ഒരു പുതിയ ചൊല്ലിൻ്റെ രൂപപ്പെടുത്തലിൽ ആയിരുന്നു. ആ ചൊല്ല് രൂപപ്പെടുത്താൻ സഹായിച്ച പ്രധാനപ്പെട്ട 2 അസംസ്കൃത പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അസംസ്കൃത അന്വേഷണം എന്ന് പറയുന്നത് എൻ്റെ വായനയാണ്. അതിൽ ഒന്ന് നിയോമി ക്ലീൻ്റെ
ഒരു പ്രയോഗമാണ്. യോമി ക്ലെയിൻ പറയുന്നത് പീപ്പിൾ വിത്തൗട്ട് മെമ്മറി ആർ പുട്ടി. പുട്ടി എന്നുള്ളത് നമുക്ക് വളരെ പരിചിതമാണ്. പക്ഷേ പുട്ടിക്ക് ഈ തരത്തിലുള്ള വേറിട്ടൊരു രാഷ്ട്രീയമാനം കൈവരിക്കുന്നത് യോമി ക്ലെയിൻ്റെ വായനയിൽ വെച്ചാണ് ഞാൻ കണ്ടത്. പീപ്പിൾ വിത്തൗട്ട് മെമ്മറി ആർ പുട്ടി. പുട്ടി ഞാൻ വളരെ കൗതുകത്തോടെ നോക്കിയിരുന്ന ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീടിനൊക്കെ വിള്ളൽ വീണാൽ പൊട്ടിപ്പൊളിഞ്ഞാൽ വീട് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ വീട് വൈറ്റ് വാഷ് ചെയ്യുന്ന പെയിൻ്റടിക്കുന്ന ആൾ വന്നിട്ട് ഇതൊക്കെ നോക്കിയിട്ട് ഒന്നുമല്ല, ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല, ഇത് വിള്ളലൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അവർ ഈ പുട്ടി അവിടെ തീർക്കും. എന്ന് പറഞ്ഞാൽ ഒന്ന് മിനുസപ്പെടുത്താൻ ആണ് പുട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ പരിചിതമായ ഒരു മലയാള വാക്കാണ് പുട്ടി എന്നുള്ളത്. എല്ലാവർക്കും പരിചയമുള്ള വാക്കാണ്. പക്ഷെ ആ അതിപരിചയമുള്ള മലയാളം വാക്കിനെ, ഇനി അത് കൃത്യം മലയാളമാണോ, മലയാളം തന്നെ ഞാൻ പറയുന്നത് മലയാളികൾ നിരന്തരം ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന അർത്ഥത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അത് മലയാളം തന്നെയാണ്. ആ വാക്കിനാണ് നിയോമി ക്ലെയിൻ ഒരു പുതിയ മാനം നൽകിയിരിക്കുന്നത്. ഒരു രാഷ്ട്രീയമായ ഒരു തലം ആ വാക്കിന് വന്നു ചേരുകയാണ്. അതുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. പീപ്പിൾ വിത്തൗട്ട് മെമ്മറി ആർ പുട്ടി. വളരെ ചെറിയൊരു നിർവചനമാണ് ഈ ഒരു വാക്യം. അതോടൊപ്പം തന്നെ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു പ്രക്ഷോഭങ്ങൾ അവസാനിക്കുന്നില്ല, സമരങ്ങൾ അവസാനിക്കുന്നില്ല, അവസാനിക്കുകയില്ല. അവസാനത്തിനൊരവസാനമുണ്ടെങ്കിൽ പോലും അത് അവസാനിക്കുകയില്ല എന്ന ചെറുത്തുനിൽപ്പിൻ്റെ വിമോചന പോരാട്ടങ്ങളുടെ ഒക്കെ ലോകത്തെ ഏറെ ത്രസിപ്പിക്കുന്ന, വേണമെങ്കിൽ മാതൃകയില്ലാത്ത മാതൃക എന്ന് നിർബന്ധപൂർവ്വം വിളിക്കാവുന്ന പലസ്തീൻ ജനത നടക്കുന്ന പോരാട്ടമാണ്. പ്രത്യേകിച്ച് ഇടശ്ശേരിയുടെയും ചെറുകാടിൻ്റെയും ഒക്കെ സ്മരണകൾ ഇരമ്പുന്ന നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ മോഹൻ മാഷ് അതിൻ്റെ സൂക്ഷ്മമായ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇനി അതേക്കുറിച്ചുള്ള സെമിനാർ വളരെ പ്രസക്തമായ പ്രബന്ധം റഫീഖ് ഇബ്രാഹിം ഉൾപ്പെടെ അവതരിപ്പിക്കാനിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമല്ല ഞാൻ വിചാരിക്കുന്നത്, ഇനി ചില ആളുകൾ പ്രസംഗിക്കുകയും മറ്റു ചില ആളുകൾ കേൾക്കുകയും ചെയ്യുന്ന ഒരു പതിവ് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇപ്പൊ സ്വാഗത പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് പങ്കുവച്ച അതിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതും വലിയ കോതിച്ചഴിപ്പ് ഉണ്ടാക്കിയ സംഭവമാണ്. ഞാനൊരു കോമ ഇട്ടിട്ട് നേരത്തെ പറഞ്ഞ വാക്യം പുസ്തകം ഇട്ടിട്ടില്ല, അതിൻ്റെ ഇടയിൽ ഒരു സെമിക്കോൺ ഇട്ടിട്ട് ഞാൻ മറ്റൊരു വാക്യം പറയുകയാണ്. അദ്ദേഹം പറഞ്ഞുവല്ലോ, ഇവിടെ ഒരു കുട്ടി പത്രം വായിക്കുന്നത് അദ്ദേഹം വളരെ അഭിമാനത്തോടെ അവതരിപ്പിക്കുകയുണ്ടായി. സദസ്സിനും ആ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുഖേതുവിൻ്റെ രണ്ട് കഥ എന്നൊന്നും പറയാൻ പറ്റില്ല, രണ്ട് ചെറിയ 4 വരികൾ, അതാണ് ഞാൻ ആ സമയത്ത് ആ കസേരയിൽ ഇരുന്നപ്പോൾ ഓർത്തത്. സുഖേതു പറഞ്ഞത്, ഒരു രക്ഷിതാവ് 5ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടിയെ ചേർക്കാൻ കൊണ്ടുവരികയാണ്. ചേർത്തിട്ട് പോവാൻ നേരത്ത് ആ രക്ഷിതാവ് മാഷോട് പറഞ്ഞു, മാഷെ ഇവനെ ലൈബ്രറിയിൽ ചേർക്കാൻ മറക്കരുതേ. ഒറ്റ വാചകം. സാധാരണ കണ്ട അതും വായിക്കുക, ലൈബ്രറിയിൽ ചെലവഴിക്കുക, ഇതൊക്കെ എന്തോ അസംബന്ധമാണ് എന്ന് കരുതുന്ന ഒരു കാലത്താണ്. ഇന്ന് ലൈബ്രറിയിലൊക്കെ വലിയ തിക്കും തിരക്കുമാണ്. പക്ഷേ കോമ്പറ്റീഷൻ മാസ്റ്ററും അതുപോലുള്ള കുറേ പ്രസിദ്ധീകരണങ്ങളും അതൊക്കെ വായനയിൽ ഉൾപ്പെടുത്തപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ വായന അതുമാത്രമായി ആരംഭിച്ച് അവസാനിച്ചു പോകുന്ന വളരെ അശ്ലീലകരമായ അന്തരീക്ഷം ഉണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഈ കുട്ടിയുടെ രക്ഷിതാവ്, അയാളൊരു കർഷകനാണ്. നമ്മൾ ചെറുകാടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒക്കെ അതിൻ്റെ ഭൂമിയും ആകാശവും ഒരുക്കുന്ന ഏതു തരത്തിലുള്ള യന്ത്രവൽകൃത ലോകത്തിലേക്ക് നാം കടന്നാലും അപ്പോഴും ആ തകഴിയൊക്കെ പറഞ്ഞ എത്ര കഴുകിയിട്ടും എൻ്റെ കാലിൽ ചളി പോകുന്നില്ല എന്ന് പറഞ്ഞല്ലോ.
ആ ഒരു അവസ്ഥ നമ്മൾ ഈ ഭൂമിയുടെ കരുത്തും കാന്തിയുമാണ് എന്ന വസ്തുത. ഒരു പിടി മണ്ണ്, ആ മണ്ണിന്റെ ഒരു മണവും അതിൻ്റെ ഒരു കരുത്തും വീര്യവും ഒക്കെയുള്ള, ഞാൻ പറഞ്ഞു വരുന്നത് ഈ കർഷകനായുള്ള അയാൾക്ക് അധികം സ്കൂളിലൊന്നും പോകാൻ പറ്റിയില്ല, അധികം വായിക്കാൻ പറ്റിയിട്ടില്ല, ജീവിതത്തിന്റെ തിരക്കുകൾക്കും വേവലാതികൾക്കും ഇടയിൽപ്പെട്ട് വീർപ്പ് മുട്ടി അരണ്ടു പോയ ഒരു കുരുണ്ട ജീവിതത്തിന്റെ ചുരുക്കപ്പേരാണ് സത്യത്തിൽ ഈ കർഷകൻ. അയാളാണ് തൻ്റെ മകനെ നിർത്തിയിട്ട് പറഞ്ഞത്, മാഷേ എൻ്റെ മോനെ ഇവിടുത്തെ ലൈബ്രറി ചേർക്കണേന്ന്. അപ്പോഴായിരിക്കും എൻ്റെ അപ്പോ എന്ന് പറഞ്ഞ് മാഷ് തലയിൽ കൈവച്ചിട്ടുണ്ടാവും, അവിടെ അങ്ങനത്തെ ഒരു ലൈബ്രറി ഒന്നും ഉണ്ടാവില്ല. അപ്പോഴാണ് മാഷക്ക് ബോധ്യം വന്നിരിക്കുക, ശരി ഇങ്ങനെ ഒരു ലൈബ്രറി ഉണ്ടാക്കണമല്ലോ. ഒരു കർഷകനാണ് പറയുന്നത്. അതിൽ തന്നെ സുഖേതു മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. +1 ഒരു കുട്ടിയെ ചേർക്കാൻ വന്നിരിക്കുകയാണ്, ചേർത്തു. അപ്പൊ കുട്ടി ഒരു പുസ്തകം നീട്ടിയിട്ട് മാഷോട്, അത് വിഭൂതിഭൂഷന്റെ അശനി സംഖ്യ എന്നുള്ളൊരു പുസ്തകമായി, മാഷെ സമയം കിട്ടുമ്പോൾ ഈ പുസ്തകം നിങ്ങളൊന്ന് വായിക്കണം, ഞാൻ പോരി തരിച്ചുപോയി എന്ന് സുഖേതു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നാട്ടിൽ അത്രമാത്രം ഇരുട്ടൊന്നുമില്ല, ഇരുട്ട് കുറേയേറെ നമ്മുടെ കണ്ണിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പീപ്പിൾ വിത്തൗട്ട് മെമ്മറി ആർ പുട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ വാക്യമാണ്. ഇനി ഈ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടം, ആ പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ പലസ്തീനെ പറ്റി പുസ്തകം ഇറക്കുമ്പോൾ, അത് എഡിറ്റ് ചെയ്യുമ്പോൾ, സാമാന്യ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ വന്ന പുസ്തകങ്ങളും പ്രബന്ധങ്ങളും ഒക്കെ കാണാൻ, ചിലത് വായിക്കാൻ, ചിലതിലൂടെ ഓടിച്ച് കടന്നു പോകാൻ ഒക്കെ അവസരം കിട്ടിയ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ മോഷെ ദയാൻ ഭീകരനാണ്. ഈ ഹഗാന, ഇർഗുൻ എന്നൊക്കെ പറയുന്ന ഭീകര സംഘടനകളെ ചേർത്തിട്ട് IDF എന്ന് പറയുന്ന ഇസ്രായേൽ ഡിഫൻസ് ആർമി എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഔദ്യോഗിക സംഘടന ഉണ്ടാക്കിയ ഭീകരനാണ് മോഷെ ദയാൻ. മോഷെ ദയാന്റെ ചിത്രം തന്നെ കണ്ടിരിക്കും. അയാള് ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. 967 അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗമുണ്ട്. അദ്ദേഹം പറഞ്ഞു, there is no Palestine, finished എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 967 6 days വാർ, 6 ദിവസത്തെ യുദ്ധത്തിലാണ്. എന്നിട്ട് അടുത്തൊരു പ്രയോഗമുണ്ട്, പാലസ്തീൻകാർ പട്ടികളാണ്, അവരെ ആരും പരിഗണിക്കാൻ പോകുന്നില്ല. 2026 നമ്മൾ സംസാരിക്കുമ്പോൾ ലോകം പരിഗണിക്കേണ്ട, പരിഗണനയിൽ അവഗണനയും പെടും, എതിർപ്പും പെടും, അനുകൂലിക്കലും പെടും. പാലസ്തീനെ കവച്ച് കടന്നുകൊണ്ട് ഭൗമരാഷ്ട്രീയം, രാഷ്ട്രീയ ശാസ്ത്രം ഇനി ഒരു ഇഞ്ച് മുന്നോട്ട് പോവില്ല. ഒന്നുകിൽ എതിർബന്ധം അല്ലെങ്കിൽ അനുകൂല ബന്ധം, അവഗണിക്കാനാവാത്ത വിധം പോരാട്ടത്തിലൂടെ തങ്ങളുടെ സാന്നിധ്യം, പടനിലങ്ങൾക്ക് പ്രാണൻ പകുത്തു കൊടുത്ത ഒരു ജനതയുടെ വീരേതിഹാസം ഒരു സാഹിത്യത്തിലും കാണാതിരിക്കാനാവില്ല. ഞാൻ ഉറപ്പിച്ചു വിചാരിക്കുന്നു, അടുത്തെഴുതപ്പെടാൻ പോകുന്ന ലോക സാഹിത്യം എന്ന് നമ്മൾ വിളിക്കാൻ പോകുന്ന കൃതികളിൽ ചിലത് പാലസ്തീൻ പോരാട്ടത്തിൻ്റെതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പട്ടികളെ പോലെ ജീവിക്കേണ്ടി വരും. ഇത് രണ്ടും ചേർത്ത് വച്ചാണ് ഞാനൊരു ചൊല്ല് രൂപപ്പെടുത്തിയത്. ഒരുപക്ഷെ ആളുകളൊക്കെ വിചാരിക്കും, മലയാളത്തിൽ എത്രയോ ചൊല്ലുകൾ, പഴഞ്ചൊല്ലുകൾ പകിട്ടും പത്രാസും ഒക്കെ ആയിട്ട് ഉണ്ടായിരിക്കെ ഇച്ചങ്ങാതി എന്തിനാണ് ഇനി ഒരു പുതിയ ചൊല്ലുണ്ടാക്കിയത്? ഞാൻ വിചാരിക്കുന്നു ആ ചൊല്ലിനെയും പ്രബുദ്ധരായ മലയാളികൾക്ക് കവച്ച് കടന്ന് ഇനി കടന്നു പോകാൻ പറ്റില്ല. ഇത് വേണമെങ്കിൽ ഒരു അഹന്തയായോ അടയാളപ്പെടുത്താവുന്നതാണ്. ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ ഇടം കിട്ടാതെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മനുഷ്യരുടെ അഹന്തയും ഒരു സമരമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആ ചൊല്ലിതാണ്, ഒരു പട്ടിയായാലും ഒരു പുട്ടിയാവരുത്. അതാണ് ആ ചൊല്ല്. കൂടുതൽ വിശദീകരണങ്ങളില്ല. മറ്റൊരർത്ഥം, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇസ്രായേലിൽ ഒരു കൊളോണിയൽ സെറ്റിലർ ടെററിസ്റ്റ് സ്റ്റേറ്റ് എന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പറയുന്ന എല്ലാറ്റിനോടും വ്യത്യസ്ത അഭിപ്രായങ്ങളെ, ആ അഭിപ്രായങ്ങൾ കേൾക്കാനും അതിനോട് പ്രതികരിക്കാനും അതിൽ നിന്ന് പഠിക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലാണ് ഞാൻ എന്നെ അടയാളപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുന്നത്. പരിമിതികൾ ഉണ്ടാവാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്രായേലിന്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന ബെൻഗൂറിയൻ, ഡേവിഡ് ബെൻഗൂറിയൻ,
അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹമാണ് ഇസ്രായേലിന്റെ രാഷ്ട്രപിതാവ്. അദ്ദേഹമാണ് 1948 മെയ് 14 ഔദ്യോഗികമായി ഇസ്രായേൽ രാഷ്ട്രം പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: നമ്മളിത് വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതാണ്. നമ്മളിപ്പം താമസിക്കുന്ന വീടുകളും നിങ്ങളുടെ കുട്ടികൾ കാറ്റുകൊള്ളുന്ന ഈ പൂന്തോട്ടങ്ങളും ഒക്കെ ഇവിടുത്തെ തദ്ദേശീയരുടേതാണ്. അത് നിങ്ങൾ മറക്കാൻ പാടില്ല, ഒപ്പം അവരത് ഓർക്കാനും പാടില്ല. ഇത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പ്രസ്താവനയാണ്. ഞാൻ ഇത്രയും ആലോചനക്ക് ഈ ഒരു സന്ദർഭത്തെ കേന്ദ്രമാക്കാൻ കാരണം ഇതൊരു അനുസ്മരണമാണ്. നമ്മൾ ചെറുകാടിനെ അനുസ്മരിക്കുമ്പോൾ അത് ചെറുകാടിനെ മാത്രം അനുസ്മരിക്കാനല്ല, അനുസ്മരണത്തെ തന്നെ നമ്മളതിൻ്റെ ഒരു രാഷ്ട്രീയ വ്യാകരണം, അനുസ്മരണത്തിന്റെ രാഷ്ട്രീയ വ്യാകരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അനുസ്മരണത്തെ തന്നെ അപനിർമ്മിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഡേവിഡ് ബെൻഗൂറിയാൻ പറഞ്ഞത് നമ്മൾ വെട്ടിപ്പിടിച്ചാണെന്ന് നമുക്കറിയാം, അത് നമ്മൾ മറക്കാൻ പാടില്ല. അതേസമയം തദ്ദേശീയ ജനത അത് ഓർക്കാനും പാടില്ല. പക്ഷെ അവരോർക്കും. എന്തുകൊണ്ടെന്നാൽ അതും അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. നമ്മളിപ്പം കയറിയിരിക്കുന്നത് അവരെ ചവിട്ടി പുറത്താക്കിയ വീട്ടിലാണ്. മോഹൻ മാഷ് കുടിയിറക്കലിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഒരുപക്ഷെ പലസ്തീൻ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട കുടിയിറക്കലിന്റെ രാഷ്ട്രീയം എന്ന പുസ്തകം എഴുതിയത് എഡ്വേർഡ് സീഡാണ്. ദ പൊളിറ്റിക്സ് ഓഫ് ഡിസ്പോസസ്. അതാണ് കുടിയിറക്കപ്പെട്ടവരുടെ രാഷ്ട്രീയം എന്ന സെയ്ദിന്റെ പുസ്തകം. അതിലേക്ക് ഞാൻ വരുന്നില്ല. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞത് ഒറ്റ കാര്യമാണ്: the old refugees will die and the young will forget. ഇതായിരുന്നു ഡേവിഡ് ബെൻഗൂറിയാന്റെ പ്രതീക്ഷ. പഴയ അഭയാർത്ഥികൾ അവർ മറക്കില്ല, പക്ഷെ അവർ മരിച്ചു പോകും, പുതിയവർ ഓർക്കുകയുമില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിത രാഷ്ട്രമായി ഒരു ഭീകര രാഷ്ട്രം ചരിത്രത്തിൽ മാറുമായിരുന്നു. പക്ഷേ അഭയാർത്ഥികൾ മരിച്ചുപോയി എന്നുള്ളത് സത്യം. പക്ഷെ യുവതലമുറ മറന്നില്ല എന്നത് അതിനേക്കാൾ വലിയ സത്യം. ആ പോരാട്ടം ഇന്നും തുടരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ചെറുകാട് മരിച്ചു, ഇടശ്ശേരി മരിച്ചു. അവർ നടത്തിയ ഇടതടവില്ലാതെ നിങ്ങളിലൂടെ, എന്നിലൂടെ, നമ്മിലൂടെ തുടരേണ്ടതുണ്ട്. അത്തരമൊരു തുടർച്ചയുടെ ഒത്തുചേരലാണ് ഈ ഇടശ്ശേരി സ്മാരകത്തിൽ ചെറുകാടിനെ അടിസ്ഥാനമാക്കി നടക്കുന്ന ഈ ഒരു പ്രബുദ്ധമായ സാംസ്കാരിക ഒത്തുചേരൽ. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഹ്ലാദം എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. രണ്ടാമത് ഞാൻ ആലോചിച്ചത്, ഇവിടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്, ഉദ്ഘാടനമാണ്. പക്ഷെ എന്നാൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. അതിന് കാരണമുണ്ട്. ഞാൻ കോഴിക്കോട് സർവകലാശാലയിൽ മലയാളം MA പഠിക്കുമ്പോൾ, മലയാളം MAക്കാണോ MPhil ആണോ എന്ന് കൃത്യം ഉറപ്പില്ല. MPhil ആവാനാണ് സാധ്യത. ആ സമയത്ത് ഞാൻ നിരന്തരം ചായ കുടിക്കുന്ന ഒരു കക്ഷിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനോഹരന്റെ ചായ വസന്തത്തെക്കുറിച്ച് ഞാനൊരു 1/4 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം എല്ലി തൊട്ടുള്ള വർത്താനം പറഞ്ഞില്ല, അത് വെറുതെ. ഞാൻ ബിജു നാരങ്ങാടിയെ ഒരു ദിവസം കണ്ടത് കുറ്റിപ്പുറത്തുള്ള ഒരു ചായപ്പിടിയിൽ വെച്ചില്ല. ഒരുപാട് സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്ന, ഹെബ്രമാസൊക്കെ പറയുന്ന പബ്ലിക് സ്പിയർ എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ആൻഡ് റാഷണൽ സ്പേസ്. അവിടെ തന്നെ ഒരു ക്രിട്ടിക്കൽ ആൻഡ് റാഷണൽ സ്പേസിന്റെ അനുഭവം ഉണ്ടായത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബിജുമാഷ് ഓർക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ ഒരു അനന്തരവും കൂടെ ഉണ്ടായിരുന്നു. ബിജുമാഷ് അവർക്ക് കൂടിയുള്ള പലഹാരങ്ങൾ ഓർഡർ ചെയ്തു. അതവർക്ക് പ്രശ്നമില്ല. അവർ കമന്റ് ചെയ്തു, എന്നോടുകൂടി ചോദിക്കണ്ടേ. അപ്പൊ ഞാനും കോഴിത്തിരിച്ചു. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ ഹോട്ടൽ അത് പബ്ലിക് സ്പിയർ ആവുകയാണ്. രാജേഷ് മോഹൻജിയുടെ ഒരു കവിതയുണ്ട്,
ആമസോണിൽ കിട്ടാത്ത മക്കാനിപ്പുതികൾ. വളരെ ഹൃദയസ്പർശിയായ ഒരു കവിതയാണ്. ഞാൻ ഇത്രയും പറഞ്ഞു വരുന്നത്, ഞാൻ ഈ ക്യാൻറ്റീനിൽ നിന്ന് ഒരു മൂലക്കിരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട പ്രകൃതമായതൊന്നുകൊണ്ടല്ല, അതിൻ്റെ തൊട്ട് മുമ്പ് ഞങ്ങൾ 4-5 ആൾ വന്ന് കുടിച്ചിട്ടുണ്ടാവും. പക്ഷേ രണ്ടാമത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കുടിക്കാൻ അവരെ കിട്ടില്ല. അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടു പോയതാണ്. അങ്ങനെ കുടിക്കുമ്പോൾ ഒരാൾ വന്നു എന്നോട് പറഞ്ഞു, KN, ആ മണ്ണിൻ്റെ മാറലിനെ പറ്റി എഴുതിയ ലേഖനം വളരെ നന്നായിട്ടുണ്ട്. വലിയ സ്വാഭാവികമായിട്ട് നമുക്കൊരു ആഹ്ലാദം ഉണ്ടായി. അപ്പോൾ ആരാണ് ഈ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. യൂണിവേഴ്സിറ്റി ആണല്ലോ, ഒരുപാട് ആളുകളുണ്ടാവും, റിസർച്ച് സ്കോളേഴ്സ് ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എനിക്ക് മനസ്സിലായില്ല എന്ന്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് R. വിശ്വനാഥൻ എന്നാണ്, ഞാനിവിടെ നിങ്ങളെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനാണ്. എനിക്ക് R. വിശ്വനാഥൻ മാഷിനെ പറ്റി നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടത്, ഞങ്ങൾ മുത്തു എന്ന് വിളിക്കുന്ന ഒരു നാരായണ മാഷുണ്ട്, അദ്ദേഹം ദേവഗിരി കോളേജിലാണ് പഠിച്ചത്. അപ്പം അദ്ദേഹം എന്നോട് പറയാറുണ്ട്, എൻ്റെ എത്രയോ സീനിയറാണ്, അദ്ദേഹം പറയാറുണ്ട്, ദേവഗിരി കോളേജിൽ ഒരു അധ്യാപകനാണ് R. വിശ്വനാഥൻ. അപ്പം ഞാനെല്ലാം ചോദിച്ചു, ഇംഗ്ലീഷിലാണ്? ഇംഗ്ലീഷ് ഷെപ്പേർഡ് മാഷല്ലേ? അല്ല, അവിടെ ഒരാളുണ്ട് R. വിശ്വനാഥൻ. എന്നിട്ട് അദ്ദേഹം R. വിശ്വനാഥൻ മാഷെ പറ്റിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പെട്ടെന്ന് എനിക്കത് ക്ലിക്കായി. അപ്പോൾ വലിയ സന്തോഷമായി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ പ്രബന്ധം വളരെ നന്നായിട്ടുണ്ട്, അങ്ങനെ ഒരു ഓർമ്മ ഈ ഒരു പ്രബന്ധം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. ഈ 3 എന്തുകൊണ്ട് മണ്ണിൻ്റെ മാറിൽ, ഞാൻ ജീവിതപാത വളരെ മുമ്പേ വായിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബിജു മാഷ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രബന്ധം അവതരിപ്പിക്കലൊന്നും അല്ലെങ്കിൽ ഉദ്ഘാടനമാണെങ്കിലും ഇതൊരു വീണ് കിട്ടുന്ന അവസരമാണ്. നമ്മൾ സാധാരണ വായിച്ചൊരു പുസ്തകം നമ്മൾ ചിലപ്പോൾ വീണ്ടും വായിക്കും, പക്ഷെ അത് വായിക്കാനുള്ള ചില അടിയന്തര പ്രേരണകൾ വരുമ്പോൾ നമുക്കൊരു ഊർജം കൂടും. അങ്ങനെ ആദ്യത്തെ കുറേ സമയം തെരച്ചിൽ തളർന്നുപോയി. അങ്ങനെ ഞാൻ കോഴിക്കോട് സെൻട്രൽ ലൈബ്രറിയിൽ നിന്ന് ഈ പുസ്തകം എടുത്തു. എന്നിട്ട് ഞാൻ ജീവിതപാതയും വായിച്ചു. ചിലപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് പരിഭ്രമമാണ്, ഈ കക്ഷി ജീവിതപാതയും വായിച്ചു, രണ്ടാമത് പിന്നെ നോവലും വായിച്ചു, ഇനി എത്രമാത്രം സമയം സംസാരിക്കില്ല. റഫീഖ് ഇബ്രാഹിം സദസ്സിലിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ആളുകളും ഇവിടെ സംസാരിക്കുന്ന ആളുകളെക്കാൾ പല നിലയിൽ ഈ വിഷയത്തിന്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പ്രഗത്ഭരായുള്ള ആളുകളാണ്. അവരും ഇടപെടണം. അങ്ങനെ പ്രഭാഷകരായി വിളിക്കപ്പെടുന്നവരും, എല്ലാവരെയും ഒരേ സമയം പ്രഭാഷകരായി വിളിക്കാൻ പറ്റില്ലല്ലോ, 2-3 ആളെ വിളിക്കാൻ പറ്റുള്ളൂ. വിളിക്കാത്ത സദസ്സിലുള്ള ആളുകളും ചേർന്ന് നടത്തുന്ന ഒരു സംവാദമായിട്ട്, അപ്പൊ നമുക്ക് പുതിയ കാഴ്ചകളിലേക്ക് ഒക്കെ കണ്ണു തുറക്കാനുള്ള ഒരു ഒന്നാന്തര അവസരവും, ഇനി മറ്റാരെയും ഇല്ലെങ്കിലും നമ്മളെ തന്നെ ഒന്ന് കരുത്തരാക്കി തീർക്കാനുള്ള ഒരു പ്രവർത്തനമായിട്ട് അത് മാറും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ജീവിതപാതയും മണ്ണിന്റെ മാറിലും ഒത്തുചേരുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഈ പ്രബന്ധം മുഴുവൻ വായിക്കാൻ പറ്റും തോന്നുന്നില്ല, ഇടയ്ക്ക് ചില ഭാഗങ്ങൾ മാത്രം വായിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജീവിതപാതയിൽ ഒരുപാട് സന്ദർഭങ്ങൾ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അതിലൊന്ന്, അതേ സന്ദർഭം വേറൊരു തരത്തിൽ മണ്ണിന്റെ മാറിലും കടന്നു വരുന്നുണ്ട്. ആ സന്ദർഭം ചെറുകാടിൻ്റെ വീട്ടിലെ ചാമി എന്നു പേരായുള്ള ഒരു തൊഴിലാളി പുഴക്കരയിലോ മറ്റോ വെച്ചിട്ട് പോത്തിനെ കുളിപ്പിക്കുന്നു. അപ്പോ പോത്ത് ചെറുകാടിൻ്റെ അടുത്തൂടെ ഓടുകയോ മറ്റോ ചെയ്തപ്പോൾ എനിക്ക് അയിത്തായി എന്ന് ചെറുകാട് പറയുന്നു. കുത്തി ചെറുകാട് പറയുന്നു. അയിത്തോ? തമ്പുരാൻ എന്ത് പമ്പര വിഡ്ഢിച്ചാണ് ഈ പറയുന്നത്? സ്വാമിയെ പറ്റി കേട്ടിട്ടില്ലേ? ഏത് സ്വാമി? ശ്രീനാരായണ ഗുരുസ്വാമി. എന്നിട്ട് ഈ ചാമിയുടെ ഒരു ഡയലോഗുണ്ട്, അത് കേമന, ശങ്കരാചാര്യരെക്കാളും കേമന. പിന്നൊരു ഡയലോഗുണ്ട്, ഞങ്ങളൊക്കെ കാലമായി പറഞ്ഞ്, കുറേ കാലമായിട്ട് അതിനെതിരെ ഞങ്ങൾക്കെതിരെ പലരും പറഞ്ഞ് തുടർന്നുകൊണ്ടിരിക്കുന്ന
ഒരുപക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും വേണ്ടത്ര ഇടം കിടാത്തവരാണ്, പുറമ്പോക്കിലെ പ്രതിഭകളാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് പുറന്തള്ളപ്പെട്ടു പോയി എന്ന് നവതന്ത്രാക്കന്മാർ കരുതുന്ന, എന്നാൽ അങ്ങനെയല്ല, അടിത്തട്ടിലൂടെ വളരെ കരുത്തോടെ ആ കാഴ്ചപ്പാട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന ആത്മബോധത്തോടെ എവിടെയും നിവർന്നു എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ ഒരുപാട് പ്രതിഭകൾ, അടിസ്ഥാന ബഹുജന പ്രതിഭകൾ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിലെ വാചകം ഇതാണ്: ശ്രീനാരായണ ഗുരു കേമനാണ്, ശങ്കരാചാര്യരെക്കാളും കേമനാണ്, തീയനാണ്. തീയുണ്ട് തന്നെയാണ് അർത്ഥം. ശ്രീനാരായണ ഗുരുവിലെ തീയാണ് ചാമി കണ്ടത്, തീയനാണ്. എന്നിട്ട് തമ്പുരാൻ കുമാരനാശനെ കുറിച്ച് കേട്ടിട്ടില്ലേ എന്നൊരു ചോദ്യം. ഇതേ കാര്യം കർഷക സമരത്തിൽ, ജാതി മേൽക്കോയ്മക്കെതിരെ സമരത്തിൽ മണ്ണിന്റെ മാറിലും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള പരാമർശം കടന്നു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മുഹമ്മദ് മാഷ് നേരത്തെ പറഞ്ഞു, മണ്ണിന്റെ മാറിൽ സത്യത്തിൽ വർഗസമരത്തിന്റെ ഇതിഹാസം തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷെ ഇന്ത്യൻ വർഗസമരം എന്നാൽ എന്താണ്? സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ EMS പറയുന്നുണ്ട്, യൂറോപ്പിൽ അടിമകളും ഉടമകളുമായിട്ടാണ് വർഗവിഭജനം നടന്നതെങ്കിൽ ഇന്ത്യയിൽ ദ്വിജരും ശൂദ്രനുമായിട്ടാണ് വർഗവിഭജനം നടന്നത്. അത് വളരെ മൗലികമായ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ പല കാരണങ്ങളാൽ ഇന്ത്യയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോയതുകൊണ്ട്, അതിൻ്റെ രാഷ്ട്രീയമായ പൊരുൾ എന്താണ് എന്ന് വേണ്ടത്ര തിരിച്ചറിയപ്പെടാതെ പോയതുകൊണ്ട്, ഇന്ത്യൻ വർഗ രൂപീകരണത്തിന്റെ മൗലികമായ മാധ്യമം, അതിന്റെ മീഡിയ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നത് കൊണ്ട്, വെറുതെ നിലനിൽക്കല്ല, ആശയ രൂപീകരണ പ്രക്രിയയിൽ ചരിത്രപരമായ കാരണങ്ങളാൽ നേതൃത്വത്തിലെത്തിയത് സവർണ കാഴ്ചപ്പാടുകളോട് അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ കഴിയാത്തവർ ആയതുകൊണ്ടും, ഈ കൊണ്ടും എന്നുള്ളതിന് സഹോദരൻ അയ്യപ്പനോട് കടപ്പാട്. സഹോദരൻ അയ്യപ്പനോട് ചോദിച്ചു, ഈ ശ്രീനാരായണ ഗുരു പറയുന്ന അദ്വൈതവും ശങ്കരാചാര്യർ പറയുന്ന അദ്വൈതവും രണ്ടായി തീരാൻ എന്താണ് കാരണം എന്ന് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ശങ്കരാചാര്യ ജീവിച്ച ഒരു കാലവും ശ്രീനാരായണ ഗുരു ജീവിച്ച കാലവും രണ്ടാണ്. പിന്നൊരു കാരണം കൂടി പറഞ്ഞു, ശങ്കരാചാര്യർ നമ്പൂതിരിയായത് കൊണ്ടു. ആ കൊണ്ടുവാണ് ചരിത്രത്തിൽ നിന്ന് ഞാൻ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജാതി ജന്മി നാടുവാഴുത്തം എന്ന് EMS ഒക്കെ വിളിക്കുന്ന, അതിൽ ജന്മിത്തം എങ്ങനെയാണ്, എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? ഞാനിപ്പോ നമ്മുടെ വ്യാസ പറഞ്ഞതും പറയാത്തതും എന്ന പുസ്തകത്തെ പറ്റി പറഞ്ഞപ്പോൾ ഹരി ആനന്ദകുമാറിന്റെ കവിത അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അക്കാദമി അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ തിരിച്ച് മണ്ണിന്റെ മാറിലേക്ക് വരികയാണ്. മണ്ണിന്റെ മാറിൽ ആ അർത്ഥത്തിൽ വലിയൊരു പ്രക്ഷോഭമാണ്. പക്ഷേ ഞാനത് മുമ്പ് വായിച്ചൊരു പ്രബന്ധം എഴുതി, അതാണ് ഇപ്പോൾ വായിക്കുന്നത്. പക്ഷേ ഈ 2026 എൻ്റെ പ്രബന്ധത്തിലെ ചില ഭാഗങ്ങൾ അപര്യാപ്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം ഇത്ര പറഞ്ഞാൽ, ഓരോ പുസ്തകവും അത് എഴുതിയ കാലത്തിൻ്റെ മുദ്രകൾ അതിൽ പതിഞ്ഞിരിക്കും. അത് വായിക്കുമ്പോൾ വായിക്കുന്ന കാലത്തിൻ്റെ മുദ്രകളും അതിൽ പതിയും. ഒരു സംഘർഷം ഉണ്ടാവും. ഒരുപാട്, ഇപ്പം നേരത്തെ മാഷ് പറഞ്ഞു, ചില കർഷക സമരവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രയോഗങ്ങളൊന്നും, അല്ലെങ്കിൽ അന്നത്തെ കർഷക ജീവിതമായിട്ട് ബന്ധപ്പെട്ട പല ഭാഷാ പ്രയോഗങ്ങളും ഇന്ന് നമുക്ക് മുങ്ങി തപ്പിയാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. വാശി പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വേറെന്തോ എന്നോ വിചാരിക്കുക. അത് അന്നത്തെ കർഷക ദ്രോഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രബന്ധത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം വായിക്കാം.
ഈ പ്രബന്ധത്തിന്റെ തലക്കെട്ട് മണ്ണ് ജീവിതം തന്നെയായി മാറുമ്പോൾ എന്നാണ്. അതേക്കുറിച്ച് ഒരു തലക്കെട്ടിന്റെ ഒരു ആമുഖം ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ആമുഖം ആവശ്യമായി തീർന്നത് നിക്കോസ് കസാൻസാക്കിസിന്റെ എന്നെ അടിമുടി സ്വാധീനിച്ച എഴുത്തുകാരിൽ ഒരാളാണ് നിക്കോസ് കസാൻസാക്കിസ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പരിചിതമായിരിക്കും നിക്കോസ് കസാൻസാക്കിസ്. ഗബ്രിയേൽ ഗാർഷ്യോ മാർക്യോസിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ മലയാളിയായി മാറിയ എഴുത്തുകാരിൽ ഒരാളാണ് നിക്കോസ് കസാൻസാക്കിസ്. അത്രമേൽ മലയാളത്തിൽ വായിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ പുസ്തകങ്ങൾക്കും ഒന്നിലേറെ വിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. അത്രയും സുപരിചിതമാണ് ആ പേര്. അദ്ദേഹം ഒരു ഓർമ്മയായിട്ട് ഈ തലക്കെട്ട് നൽകുമ്പോൾ എൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിക്കോസ് കസാൻസാക്കിസ് അനശ്വരമാക്കിയ മണ്ണിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ് ചെറുകാടിൻ്റെ മണ്ണ്. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതൊരു വാചകത്തിൽ പറഞ്ഞിട്ട് ഈ വായനയിലേക്ക് കടക്കാം. അത് ഇതാണ്: ഒഡീസിയസ് വളരെ വളരെ യാത്ര ചെയ്തു. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ പുറം യാത്രയും അകഞ്ഞ യാത്രയും നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ കരുത്തും കാന്തിയും ഉള്ളതാക്കി തീർക്കും. ജീവിതം എന്താണ് എന്ന് നമ്മുടെ ഒരുപാട് മുൻവിധികൾ യാത്രക്കിടയിൽ മറിഞ്ഞു വീഴും. ഭക്ഷണത്തെപ്പറ്റി, വസ്ത്രത്തെപ്പറ്റി, ബന്ധങ്ങളെപ്പറ്റി ഒക്കെയുള്ള നമ്മുടെ പല മുൻവിധികളും യാത്രക്കിടയിൽ മറിഞ്ഞു വീഴുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പണിക്കര് മാഷ് ലാറ്റിൻ അമേരിക്കയിൽ ഏതോ രാജ്യത്ത് എത്തിയിട്ട് ഒരു സൂപ്പ് കഴിച്ചു. നല്ല ടേസ്റ്റ്. പിന്നെയാണ് ആളുകൾ പറഞ്ഞു കൊടുത്തത് അത് പൂച്ചവാൽ സൂപ്പാണ്. പൂച്ചേൻ്റെ വാല് മുറിച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പുസ്തകം വായിച്ചപ്പോഴാണ് അത് കലുഷിതമായ കാലം എന്നുള്ള മാഷിന്റെ അപൂർണമായ ആത്മക്കുറിപ്പുകളിലുണ്ട്. പൂച്ചവാൽ സൂപ്പ്. നമ്മൾ പല സൂപ്പിനെ പറ്റിയും കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ സൂപ്പ് കേട്ടില്ല. അത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇത് പൂച്ചവാൽ സൂപ്പാണ് എന്ന് ആദ്യം പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ മാഷക്ക് ആ രുചി ലഭിക്കുമായിരുന്നില്ല. കാരണം കുടിക്കില്ല. അതുകൊണ്ട് യാത്രക്കിടയിൽ ഭക്ഷണം പലതും നമ്മളെ പുതുക്കിപ്പണി നവീകരിക്കും. നമ്മുടെ മുൻവിധികളൊക്കെ മറിഞ്ഞു വീഴും. ഒഡീസിയസ് യാത്രയാണ്, അനുഭവങ്ങളുടെ ഒരു ഭൂഖണ്ഡമാണ്. അപ്പൊ ഒരു മഹർഷി, അദ്ദേഹം യാത്രയാണ്. മഹർഷി തപസ് അകം യാത്രയാണ്. അപ്പൊ അങ്ങനെ അകം യാത്രയൊക്കെ ചെയ്തിട്ടും അയാൾക്കൊരു ആശ്വാസം കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല, തൃപ്തി കിട്ടുന്നില്ല. ജീവിതത്തിൽ തൃപ്തി കിട്ടാതിരുന്നാൽ, സ്വസ്ഥത കിട്ടാതിരുന്നാൽ, സമാധാനം കിട്ടാതിരുന്നാൽ പിന്നെ ബാക്കി എന്ത് കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ ഒരു സമാധാനം വേണം, ഒരു സ്വസ്ഥത വേണം. ഏത് പ്രതിസന്ധിയിലും നിവർന്നു നിൽക്കണം. ഒരുപാട് തപസ് ചെയ്തു, പക്ഷേ മഹർഷിക്ക് അത് കഴിയുന്നില്ല. പക്ഷെ മഹർഷിക്ക് വിവേകം ഉണ്ടായിരുന്നു. അദ്ദേഹം അകയാത്ര മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഒഡീസിയസ് പുറയാത്ര നടത്തിയ ആളാണ്. ഒഡീസിയസിനോട് ചോദിച്ചു, ഒഡീസിയസ്, ഒരു സമാധാനവും കിട്ടുന്നില്ലല്ലോ, ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? അപ്പോ ഒഡീസിയസ് പറഞ്ഞു, അങ്ങൊന്നും ചെയ്യണ്ട, അങ്ങ് ഈ മണ്ണിൽ കാത് ചേർത്ത് വെക്കുക. അങ്ങനെ ഒഡീസിയസ് പറഞ്ഞനുസരിച്ച് മണ്ണിൽ കാത് ചേർത്തു. അപ്പൊ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അരുവികളുടെ ശബ്ദം, പിന്നെ ആളിക്കത്തുന്ന തീ, പിന്നെ അപരിചിതമായ ഒരുപാട് ശബ്ദങ്ങൾ, പിന്നെ അത്ഭുതകരമായ കാഴ്ചകൾ. അങ്ങനെ ഒരു സന്ദർഭത്തിലെത്തിയപ്പോ അത്ഭുതകരമായ ഈ കാഴ്ചകൾ കണ്ടപ്പോ ഈ മഹർഷി ആശ്ചര്യപ്പെട്ട് കൈകൾ രണ്ടും ഉയർത്തി. അങ്ങനെ ഇരിക്കെ ആ സ്വപ്നത്തിൽ അദ്ദേഹം സമാധിയായി. സാധ്യ മെറ്റഫറാണ്, മെറ്റഫറിന്റെ മുകളിൽ മെറ്റഫറാണ്. സമാധിയായി കഴിഞ്ഞപ്പോ ഇയാൾ ഇങ്ങനെ അന്തം വിട്ട് ആശ്ചര്യപ്പെട്ട് നോക്കുമ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഈ സംസ്കരിക്കണം. ആളുകൾ പരമാവധി ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ച് താഴ്ത്തി പൂർവ്വസ്ഥിതിയിലാക്കിയിട്ട് വേണമല്ലോ. പക്ഷെ കൈ താഴുന്നില്ല. ചിലരൊക്കെ പിടിച്ച് തൂങ്ങി നോക്കി, എന്നിട്ടും കൈ താഴുന്നില്ല.
അപ്പൊ വീണ്ടും അവർ ലോകം കണ്ട ആളാണല്ലോ, ബഹുസ്വരതയുടെ അതിവിസ്തൃതിയിലേക്ക് സ്വയം വിമോചിതനായവനാണല്ലോ ഒഡീസിയസ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഇനി എന്താ ചെയ്യുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഓരോരുത്തരും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കൊണ്ട് ആ കയ്യിൽ അർച്ചിക്കട്ടെ. അതൊരു തത്വമാണ്, ഇഷ്ടത്തെക്കുറിച്ചുള്ള ഒരു തത്വം. അപ്പൊ ചിലര് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ പണപ്പെട്ടിയുടെ താക്കോലാണ്. ആ താക്കോല് വെച്ചു കൊടുത്തു നോക്കി, കൈ കുറച്ചുകൂടി പൊന്തിയല്ലാതെ കൈ താണില്ല. വേറെ ചിലർ കണ്ണീരുകൊണ്ട് ആ കൈ നനച്ചു, ആ കൈയൊന്ന് ഇളകി, ഞാൻ അറിയുന്നുണ്ട് എന്ന മട്ടിൽ. ചിലർ പൂവുകൾ വെച്ചു കൊടുത്തു, അപ്പോഴും ആ കൈയൊന്ന് ഇളകി, സൗഹൃദത്തിന്റെ ഒരു സൂചന പോലെ. അങ്ങനെ ഇരിക്കെ ഒഡീസിയസ് ഇരിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങി വന്ന് ഒരു പിടി മണ്ണ് ആ കയ്യിൽ വെച്ചു കൊടുത്തു. അത്ഭുതം, ആ കൈ പൂർവസ്ഥിതിയെ പ്രാപിച്ചു. മനുഷ്യ കുത്തുകുത്ത്. ഞാൻ പറഞ്ഞു വരുന്നത്, മണ്ണ് ജീവിതം തന്നെയായി മാറുമ്പോൾ ഒരു തലക്കെട്ട് കൊടുക്കുമ്പോൾ എൻ്റെ തലക്ക് പുറകിൽ നിക്കോസ് കസാൻസാക്കിസ് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ മൗലികമായൊരു വ്യത്യാസം കസാൻസാക്കിസിന്റെ മണ്ണും ചെറുകാടിന്റെ മണ്ണും തമ്മിൽ ഉണ്ട്. അത് കസാൻസാക്കിസിന്റെ മണ്ണ് അമൂർത്തതയും തിളങ്ങുന്ന കാൽപ്പനികതയുടെ ഒരു വലിയ സമാന്തര ലോകമാണ്. ചെറുകാടിൻ്റേത് ചളിയിലും വിയർപ്പിലും ചോരയിലും കണ്ണീരിലും ഉതർന്ന ജീവിതത്തിൻ്റെ സത്യം അനുഭവപ്പെടുന്ന, നിങ്ങളും ഞാനും ജീവിക്കുന്ന ഈ മണ്ണാണ്. അതായത് കാൽപ്പനികതയ്ക്ക് കയ്യെത്തിപ്പിടിക്കാനാവാത്ത ജീവിത സത്യങ്ങളുടെ ഒരു ലോകമാണ്. കാൽപ്പനികത നിരാകരിക്കപ്പെടണം, തള്ളിക്കളയണം എന്നില്ല എന്ന് ഈ തലക്കെട്ടിന് പിന്നിൽ പ്രവർത്തിച്ച കസാൻസാക്കിസിന്റെ അവതരണത്തിലൂടെ എനിക്ക് ബോധ്യമായല്ലോ. അപ്പൊ ഞാൻ ഈ പ്രബന്ധത്തിലേക്ക് കടക്കുകയാണ്. പ്രബന്ധത്തിന്റെ ആദ്യ ഭാഗത്ത് സഖാവ് AKGയുടെ എൻ്റെ ജീവിത കഥ എന്ന ആത്മകഥയിൽ നിന്നുള്ള ചെറിയ ഭാഗമാണ്. അത് ആ കാലത്തെ അടയാളപ്പെടുത്താൻ സഹായകമാകും എന്നുള്ളത് കൊണ്ട് അത് മുഴുവൻ വായിക്കുന്നില്ല. കുറച്ച് ദീർഘമായുള്ളൊരു കൊട്ടേഷനാണ്. അതിലെ ആദ്യത്തെ വരി മാത്രമേ വായിക്കുന്നുള്ളൂ. യജമാനെ, എനിക്ക് കണ്ണിന് സുഖമില്ല എന്നവൾ കേണപേക്ഷിച്ചപ്പോൾ ആ മനുഷ്യമൃഗം അവളോട് പറഞ്ഞത്, എനിക്ക് നിന്റെ കണ്ണല്ല ആവശ്യം എന്നാണ്. വലിയ വിവരണമൊന്നും വേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അക്കാലത്ത് ജന്മിമാർ വീടുകളിൽ കയറി ചെന്ന് യുവതികളെ പിടിച്ചുകൊണ്ടു പോകുന്ന കാലത്ത്, പിടിച്ചുകൊണ്ട് പോകണ്ട, അവർക്ക് വെച്ചു കൊടുക്കുന്ന കാലത്ത് അതിലൊരു താല്പര്യവുമില്ലാത്ത രോഗിയായ ഒരു യുവതി പറഞ്ഞു, യജമാനെ, എൻ്റെ കണ്ണിന് സുഖമില്ല. അപ്പൊ യജമാനൻ പറഞ്ഞാണ്, എനിക്ക് നിന്റെ കണ്ണല്ല ആവശ്യം. ഇതാണ് യജമാനൻ. ഇനി ആ കൊട്ടേഷന്റെ അവസാനത്തെ വരി മാത്രം വായിക്കാം. ഇതെല്ലാം തെറ്റി നടന്നാൽ, അതായത് യജമാന്റെ കൽപ്പനകൾ തെറ്റി നടന്നാൽ കഴിവിലേറ്റും ചൂരക്കാട്ടിൽ വലിച്ചെറിയും. ചോദിക്കാനും പറയാനും ആരും ഉണ്ടായിരുന്നില്ല. മണ്ണിന്റെ മാറിൽ ഇത്തരം അവസ്ഥകൾ നിലനിൽക്കെ ചോദിക്കാനും പറയാനും ഒരാളല്ല, ഒരുപാട് പേർ ഉണ്ടായിത്തീരുന്ന മനുഷ്യന്റെ സാമൂഹികതയുടെ ഏറ്റവും സർഗാത്മകമായ ആവിഷ്കാരം സംഘടനയാണ് എന്ന വലിയൊരു തത്വം മണ്ണിന്റെ മാറിൽ അവതരിപ്പിക്കും. ഗോർഗി ലൂക്കാച്ചിന്റെ വളരെ പ്രസിദ്ധമായ പ്രയോഗമുണ്ട്, ചരിത്രത്തിനൊപ്പം നടക്കണമെങ്കിൽ സംഘടന വേണം. ഒരു വ്യക്തി എത്ര പ്രഗത്ഭനാവാം, പക്ഷേ ചരിത്രത്തിനൊപ്പം നടക്കണമെങ്കിൽ ആ വ്യക്തിക്കും സംഘടന വേണം. മണ്ണിന്റെ മാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഒരുപക്ഷെ സംഘടനയാണ്. സംഘടനയുടെ ശക്തി മണ്ണിന്റെ മാറിൽ നമ്മളെ അനുഭവിപ്പിക്കും. അന്ധവിശ്വാസങ്ങളുണ്ട്, അനാചാരങ്ങളുണ്ട്, പിൻവാങ്ങലുണ്ട്.
അങ്ങനെ പലതും ഉണ്ട്. പക്ഷെ ആ പലതിൻ്റെ ഇടയിൽ ഒരു വലിയ ഐക്യം, ഒതുങ്ങിക്കൂടലല്ല ഒത്തുകൂടലാണ് എന്ന വലിയ തത്വം. ആ തത്വമാണ് ഈ ഒന്നാം ഭാഗത്ത് AKGയുടെ. അപ്പൊ അത് 2 പാരഗ്രാഫ് കഴിഞ്ഞു. ഇനി അടുത്തത് ആകാശത്തെ പോലും മണ്ണാക്കി മാറ്റിക്കൊണ്ട് മണ്ണിന്റെ മാറിൽ മനുഷ്യ ജീവിതത്തെ കൂടുതൽ മണ്ണുവൽക്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. മോഹന സങ്കല്പങ്ങളിൽ നിന്നല്ല, മാരക സത്യങ്ങളിൽ നിന്നാണത് ശക്തി സംഭരിക്കുന്നത്. അധികാര കേന്ദ്രങ്ങൾക്കെതിരെ പ്രാന്തവൽക്കരിക്കപ്പെട്ട ഒരു ജനത നടത്തിയ തീക്ഷണമായ പ്രക്ഷോഭത്തിന്റെ തിളച്ചുമറിയുന്ന ചരിത്രം കൂടിയാണ് മണ്ണിന്റെ മാറിൽ മനസ്സിലാക്കപ്പെടേണ്ടത്. ഇനി ഞാൻ ഇതിൽ ഒരു ചെറിയ താരതമ്യത്തിന് ശ്രമിക്കുന്നത് ഹെമിംഗ്വേയുടെ ഒരു കൃതിയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്. ഓൾഡ് മാൻ ആൻഡ് ദ സീ. മനുഷ്യനെ നശിപ്പിക്കാൻ കഴിയും, കീഴടക്കാനാവില്ല എന്ന ഹെമിംഗ്വേയുടെ സാന്റിയാഗോവിലൂടെ അതിപ്രശസ്തമായ പ്രയോഗത്തിൽ സൂക്ഷ്മമായ രാഷ്ട്രീയ മാനങ്ങൾ നൽകിയത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനമാണ്. ഹെമിംഗ്വേയുടെ സാന്റിയാഗോ അമൂർത്തമായ സാഹസികതയുടെ പ്രതീകമാകുമ്പോൾ ചെറുകാടിന്റെ കൊമ്പൻ കൊണ്ടേരനടക്കമുള്ള കഥാപാത്രങ്ങൾ അനുദിനമെന്നോണം വളർന്നുകൊണ്ടിരിക്കുന്ന വർഗബോധത്തിന്റെ പ്രതിനിധികളാണ്. സിംഹങ്ങളെ സ്വപ്നം കാണുന്ന സാന്റിയാഗോ ഒരു വ്യക്തിയുടെ സാഹസികതയുടെ പരമാവധി ആയിരിക്കുമ്പോൾ കൊണ്ടേരൻ നിരന്തരം വളരുന്ന സാമൂഹ്യ ജീവിതത്തിന്റെ സൂക്ഷ്മ സാന്നിധ്യമാണ്. കിഴവന് കടലിനോടുള്ള ബന്ധമല്ല കൊണ്ടേരന് ഭൂമിയോടുള്ളത്. സാന്റിയാഗോ വളർച്ച നിലച്ച പൂർണ്ണതയിൽ സ്തംഭിച്ചു നിൽക്കുമ്പോൾ വീഴുമ്പോഴും ഇനിയും മാറുമെന്നുറപ്പുള്ള ഒരു പുതിയ ലോകത്തിലേക്ക് കുതിക്കുകയാണ് ചെറുകാടിന്റെ കൊണ്ടേരൻ ചെയ്യുന്നത്. സത്യത്തിൽ വളരെ വിപുലപ്പെടുത്തേണ്ട ഹെമിംഗ്വേയുടെ കൃതിയുടെ ഉൾക്കരുത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇനി ഇത് കുറേ വായിക്കാനുണ്ട്, പക്ഷെ അത് എനിക്കാണെങ്കിൽ തൊണ്ടവേദനയുണ്ട്. പിന്നെ ഇതിനുള്ള ഒരു മര്യാദ ഉണ്ടല്ലോ, സമയത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ചെറുകാടിൻ്റെ ജീവിതപാതയിൽ നിന്നുള്ള ഒരു സന്ദർഭം കൂടി അത് എനിക്ക് ബാധകമാണ് എന്നുള്ളതുകൊണ്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. സത്യത്തിൽ നമ്മൾ ഇടശ്ശേരിയെക്കുറിച്ച് പറയുന്നു, ചെറുകാടിനെ കുറിച്ച് പറയുന്നു. അക്കൂട്ടത്തിൽ നമ്മൾ പറയേണ്ട ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ജീവിതപാതയിലൂടെ കടന്നുപോയപ്പോൾ അതിലൊരു പേര് ഒരുപക്ഷെ എനിക്ക് ഒരു പരിചയം കൂടി ഉള്ളത് കൊണ്ടാവാം, KN എഴുത്തച്ഛൻ മാഷാണ്. അസാധാരണമായ പ്രതിഭ. അസാധാരണം എന്ന് പറഞ്ഞാൽ അസാധാരണമായ പ്രതിഭ. KN എഴുത്തച്ഛൻ മാഷ് കോഴിക്കോട് സർവകലാശാലയിൽ വെച്ച് അകലെ നിന്ന് അദ്ദേഹത്തെ കാണാനുള്ള ഒരവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ജീവിതപാതയിൽ കടന്നു വരുന്നുണ്ട്. പ്രധാന സാന്നിധ്യമാണ്. കൂടുതൽ സ്ഥലത്തൊന്നുമില്ലെങ്കിലും അതിൽ എനിക്കേറ്റവും ഉള്ളിൽ തട്ടിയൊരു പ്രയോഗമുണ്ട്. KN എഴുത്തച്ഛൻ മാഷും ചെറുകാട് മാഷും തമ്മിലുള്ള ചെറുകാട് വിദ്വാനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അങ്ങനെ ചെറുകാട് ചോദിക്കുന്നുണ്ട്, ഒടിയനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പതുക്കെ പറയാൻ കാരണം ഇവിടെ ഇരിക്കുന്ന ചിലര് പോലും സിനിമ കണ്ടിട്ടോ അതിൻ്റെ മുമ്പോ ഒടിയനുണ്ട് എന്ന് ഈ ഒരു സാംസ്കാരിക പ്രബുദ്ധമായുള്ള ഹാളിൽ ഇരിക്കുമ്പോൾ അല്ല, ഒറ്റക്ക് നല്ല ഇരുട്ടുള്ള സമയത്ത് കയ്യിലുള്ള ടോർച്ചിലെ ബാറ്ററി തീർന്ന നേരത്ത് ഒരു ആട്ടുംകുട്ടി അടുത്ത വീട്ടിൽ നിന്ന് കയറ് പൊട്ടിച്ച് ഓടുന്നത് കണ്ടപ്പോൾ ഒടിയനായിരിക്കുമോ എന്ന് വിചാരിച്ചതിന് ഉദാഹരണം പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ചെറുകാടിന്റെ സംശയം ന്യായമാണ്. ഒടിയനുണ്ടോ? നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. KN എഴുത്തച്ഛൻ മാഷ് ഒരൊറ്റ കൂവലാണ്, ഇതാണിടോ നിന്റെ സോഷ്യലിസം. ഇതിനെ ഞാൻ എന്നോടുള്ള ചോദ്യമായി
മനസ്സിലാക്കുന്നു. അപ്പം പിന്നെ ആരും കുഴപ്പമുണ്ടാകില്ല. ഇതാണ് കാര്യം. ഇതാണ് അന്തോണിയോ ഗ്രാംഷി എല്ലാം വളരെ വളരെ വിശകലനം ചെയ്യാൻ ശ്രമിച്ചൊരു കാര്യം. അതായത് നമ്മൾ രാഷ്ട്രീയമായി മുന്നിലായിരിക്കുമ്പോഴും സാംസ്കാരികമായി പിന്നിലായിരിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പൊ എഴുത്തച്ഛൻ മാഷക്ക് നമ്മൾ മാഷെ കണ്ടാൽ, മാഷോട് സംസാരിച്ചാൽ, മാഷെ രീതിയൊക്കെ കണ്ടാൽ അങ്ങനെ കൂവി വിളിക്കാൻ കഴിയുമെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ കൂവി വിളിച്ചുകൊണ്ട് ഇതാണോ തൻ്റെ സോഷ്യലിസം എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ജീവിതപാത നേരത്തെ മോഹൻ മാഷ് പറഞ്ഞ പോലെ അസാധാരണമായ സത്യസന്ധതയുണ്ട്, സത്യസന്ധതയുടെ സ്ഫോടന ശക്തിയുണ്ട്. മലയാളത്തിൽ ശ്രദ്ധേയമായി തീർന്ന ഒരു ആത്മകഥയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളെ ഡശ്ശേരിയെ ഓർക്കുന്നുണ്ട്, ചെറുകാടിനെ ഓർക്കുന്നുണ്ട്, ഓർക്കേണ്ടവരെയൊക്കെ ചെറിയ തോതിലാണെങ്കിലും നമ്മൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഓർമ്മിക്കുന്നതിൽ ജനായത്ത കാഴ്ചപ്പാട് പുലർത്തുന്ന മനുഷ്യരിൽ ഒരു വിഭാഗമെങ്കിലും വലിയ കുഴപ്പം കാണിക്കുന്നില്ല. പക്ഷേ നമ്മളെ തുറച്ചു നോക്കുന്നൊരു ചോദ്യമുണ്ട്. സ്വന്തം ജീവിതത്തെ അഴിച്ചു പണിയുകയും നിലനിൽക്കുന്ന അധികാര വ്യവസ്ഥക്കെതിരെ ഒരു പുതിയ കർത്തൃത്വമായി സ്വയം വളരുകയും ചെയ്ത മനുഷ്യനെ രാവിലെ ഉച്ചക്കും വൈകുന്നേരവും ഓർമ്മിച്ചിരിക്കാൻ വേണ്ടി മാത്രമാണോ നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ളത്? നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഭൂതകാലത്തിലെ മഹത്വത്തെ നമ്മൾ അനുസ്മരിക്കുന്നത് നമ്മളുടെ ജീവിതത്തെ അവരിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട്, നമ്മുടെ കാലത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട്, അവർക്ക് പോലും അന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതിയ ഊർജ സ്രോതസ്സുകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന പുതിയ കർത്തൃരൂപങ്ങളായി വളരാനല്ലേ, വികസിക്കാനല്ലേ? അതിനു പകരം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ തരക്കേടില്ല കേട്ടോ, ചെറുതുകാട് തരക്കേടില്ല. ഇപ്പോഴത്തെ ആത്മകഥയിലൊക്കെ സത്യ പറഞ്ഞത്, അവര് നല്ല സമരമൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞുകൂടെയാണ് ഭൂതകാലത്തിന്റെ ചെലവിൽ ജീവിക്കുന്ന പരാന്ന ബുക്കുകളായി. എൻ്റെ ജീവിതം പരിമിതപ്പെടുമ്പോൾ ചെറുകാടിന്റെ ഓർമ്മ ആ പരിമിതപ്പെട്ട ജീവിതത്തിന്റെ മുകളിൽ ഒരു കനലായി വന്ന് വീണ് ഒരു പൊള്ളലുണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് ഈ പിഴച്ച വഴിപാടുകൾ എന്ന് മാത്രം ഒരാത്മരോഷവുമില്ലാതെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.